കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ക്ഷണിക്കാത്ത സർക്കാർ പരിപാടികളുടെ പോസ്റ്ററുകളിൽ അദ്ദേഹത്തിൻ്റെ പേരും ചിത്രവും ഉൾപ്പെടുത്തുന്നതിൽ പരാതി. പടിയം സ്മാർട്ട് വില്ലേജ് ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിലും മുഖ്യാതിഥിയായി കേന്ദ്രമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടുത്തി. പരിപാടിയുടെ തലേദിവസമാണ് വിവരം മന്ത്രിയുടെ ഓഫീസിൽ അറിയിച്ചത്. സംസ്ഥാന സർക്കാർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ അവഹേളിക്കുകയാണ് എന്ന് BJP ആരോപിച്ചു. വിവരങ്ങളുമായി സാനു കെ സജീവ് തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സാനു, സർക്കാർ പരിപാടികളുടെ പോസ്റ്ററുകളിൽ അദ്ദേഹത്തിൻ്റെ പേരും ചിത്രവും ഉൾപ്പെടുത്തുന്നതിൽ പരാതിയുണ്ടല്ലോ. അതായത് പടിയം സ്മാർട്ട് വില്ലേജ് ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിന് മുഖ്യാതിഥിയായി കേന്ദ്രമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടുത്തുന്നു തുടങ്ങിയ കാര്യങ്ങൾ, കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ സർക്കാർ പരിപാടികളിൽ, ഔദ്യോഗിക പരിപാടികളിൽ, തൃശ്ശൂരിൽ നടക്കുന്ന പരിപാടികളിൽ ഈ ക്ഷണിക്കാതെ തന്നെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പോസ്റ്റർ അടിക്കുകയും അതുപോലെ ഫ്ലെക്സ് അടിക്കുകയും ആ ഉദ്ഘാടന വേദിയിലടക്കം അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ സ്ഥാപിക്കുകയൊക്കെ ചെയ്യുന്നത് പതിവായിരിക്കുകയാണ്. അതേ സമാന നിലയിലുള്ള ഒരു പ്രശ്നമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. അണ്ടിക്കാട് പഞ്ചായത്തെ പടിയം വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനത്തിന്, അതേപോലെ തന്നെ തൃശ്ശൂരിലെ ചാഴിയം പഞ്ചായത്ത് ഇഞ്ചിമുടി വില്ലേജ് ഓഫീസിന്റെയും ഉദ്ഘാടനത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാതെ, അതായത് ഇന്ന് ഉദ്ഘാടനം നടക്കുന്നെങ്കിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് സുരേഷ് ഗോപി, അതായത് കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ ഓഫീസിൽ ഔദ്യോഗികമായിട്ട് എത്തിയിട്ട് ഇത്തരം ഒരു ഉദ്ഘാടനത്തിലേക്ക് പങ്കെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ലെറ്റർ നൽകുന്നത്. അതിന് മുന്നോടിയായി തന്നെ ഇവർ പോസ്റ്റർ അടിച്ചിരുന്നു. സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കും, അല്ലെ ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കുമെന്ന് കാണിച്ചുകൊണ്ടുള്ള പോസ്റ്ററും, അതായത് സംസ്ഥാന മന്ത്രിക്കൊപ്പമുള്ള പോസ്റ്റർ അടക്കം ഇവരെ അടിച്ച് ഇറക്കിയതിന് ശേഷമാണ് കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഈ വിവരം അറിയുന്നത്. അതേപോലെ തന്നെ ഇതിലൊരു വലിയ പ്രോട്ടോകോൾ ലംഘനം കൂടി നടന്നിട്ടുണ്ടെന്നാണ് ഈ BJPയുടെ ഭാഗത്ത് നിന്ന് പ്രധാനമായിട്ട് ആരോപണം ഉന്നയിക്കുന്നത്. അതായത് സംസ്ഥാന മന്ത്രി പ്രോട്ടോകോൾ പ്രകാരം സംസ്ഥാന മന്ത്രിക്ക് മുകളിലാണ് ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാവേണ്ടത്. അതെ, ആ കേന്ദ്രമന്ത്രിയുടെ ചിത്രം വെച്ചിരിക്കുന്നത് പോലും MLA, അതായത് സ്ഥല MLAക്ക് ശേഷമാണ് ആ ചിത്രം വെച്ചിരിക്കുന്നത്. അതേപോലെ അത്തരത്തിൽ പ്രോട്ടോകോൾ ലംഘനം തുടർച്ചയായിട്ട് തൃശ്ശൂരിൽ ഉണ്ടാവുന്നു. അതേപോലെ തന്നെ ഈ കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ അറിയിക്കാതെ അദ്ദേഹത്തിന്റെ അനുവാദം വാങ്ങാതെ നിയമപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെയാണ് തുടർച്ചയായിട്ട് സംസ്ഥാന സർക്കാർ ഈ പല പരിപാടികളിലേക്കും സുരേഷ് ഗോപിയുടെ പേര് വലിച്ചിഴക്കുന്നതാണ് BJP ആരോപിക്കുന്നത്. അതേപോലെ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള പല വികസന പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന്റെ പേര് പ്രതിപാദിച്ചിട്ടില്ലെന്നും BJP ആരോപിക്കുന്നുണ്ട്. വിനോദ്, തീർച്ചയായും ഈ കേന്ദ്രമന്ത്രി അവഹേളിക്കാനുള്ള ഒരു ശ്രമം ഇതിന്റെ പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കണമല്ലോ സജീവ്. അതായത് സാനു, ഇവിടെ കേന്ദ്രമന്ത്രിയെ കൃത്യമായി നേരത്തെ പരിപാടിക്ക് ക്ഷണിക്കാതെ പോസ്റ്ററിൽ അദ്ദേഹത്തിന്റെ പടം വെക്കുന്നു. അപ്പോൾ അവിടെ ആളെ കൂട്ടണം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കുന്നു എന്ന് അറിഞ്ഞ് കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തണം. പക്ഷേ സുരേഷ് ഗോപി പങ്കെടുക്കണമെന്ന് അവർക്ക്, സംഘാടകർക്ക് താല്പര്യമില്ല. അപ്പോൾ ചിത്രം വെച്ചു അദ്ദേഹത്തെ അവഹേളിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഉണ്ട് എന്ന് കരുതി ആളുകൾ വരുന്നു. പിന്നെ ആളുകളുടെ ഒരു വികാരത്തെ ഉണർത്തിയെടുക്കുക. കേന്ദ്രമന്ത്രി ഒരു പരിപാടിക്കും വരുന്നില്ല, എല്ലാ പരിപാടിയിലും പേരും പടവും ഒക്കെ ഉണ്ട്, പക്ഷേ കേന്ദ്രമന്ത്രി ഒന്നിലും പങ്കെടുക്കുന്നില്ല എന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുക. വലിയ തന്ത്രമാണ് ഇതിന് പിന്നിൽ, അല്ലേ സാനു കെ സജീവ്? ഇത്തരം പരിപാടികൾക്ക് പിന്നിൽ ഒരു രാഷ്ട്രീയ കൗശലം കൂടെ ഒളിരിപ്പുണ്ട്, അല്ലെങ്കിൽ അത്തരം ഒരു കൗശലം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം പരിപാടികൾ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നതാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ പരിപാടിയുടെ പോസ്റ്ററും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം കാലേ കൂട്ടി തന്നെ തയ്യാറാക്കുകയും ഈ പരിപാടിയിലേക്ക് കേന്ദ്രമന്ത്രി എത്തുമെന്നുള്ള തരത്തിലുള്ള പ്രചാരണമൊക്കെ നൽകുകയും ചെയ്യും. എന്നാൽ ഇത് കേന്ദ്രമന്ത്രി അറിയുവോ അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയുക പോലും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യുന്ന ഒരു നടപടിയില്ല. അദ്ദേഹത്തെ നേരിട്ട് അറിയിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ PA വഴി ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്നുള്ള ഒരു വിവരം സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അതേപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നോ അറിയിപ്പുകളൊന്നും ഉണ്ടാവില്ല. ആ പരിപാടി നടക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾ മുന്നേ അല്ലെങ്കിൽ അത് തലേ ദിവസം മാത്രം ഈ കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ ഈ വിവരം അറിയിക്കുക, തുടർന്ന് ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്ന ഒരു രീതിയാണ് ഈ കുറച്ച് നാളുകളായിട്ട് തൃശ്ശൂരിൽ നിലനിന്ന് വന്നിരുന്നത്. അതായത് ഈ കഴിഞ്ഞ മാസം ഇത്തരത്തിൽ 2 പരിപാടികൾ മുൻപ് നടന്നിരുന്നു. ഈ സമാന നിലയിൽ തന്നെ, അതായത് പരിപാടി നടക്കുന്നതിന്റെ, ഉദ്ഘാടനം നടക്കുന്നതിന്റെ തലേ ദിവസം മാത്രമാണ് MPയുടെ ഓഫീസിൽ ഇത്തരത്തിലൊരു അറിവ് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ ഇന്നലെ ഈ 2 വില്ലേജ് ഓഫീസുകളുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് വില്ലേജ് ഓഫീസർമാർ തന്നെയാണ് നേരിട്ട് സുരേഷ് ഗോപിയുടെ ഓഫീസിലെത്തി ഈ ക്ഷണപത്രിക നൽകുന്നത്. ആ സമയത്ത് ഈ MPയുടെ PA, ഗവൺമെന്റ് സെക്രട്ടറി അടക്കം ചോദിച്ചു, ഇത് സാർ അറിയാതെ അല്ലെങ്കിൽ മന്ത്രി അറിയാതെ ഇത്തരം ഒരു പോസ്റ്റർ എങ്ങനെയാണ് നിങ്ങൾ അടിക്കുക, അദ്ദേഹത്തിന്റെ ചിത്രം എങ്ങനെയാണ് അടിക്കുക, അദ്ദേഹത്തിന് മുഖ്യാതിഥിയാക്കുക എങ്ങനെയാണ്, അതേപോലെ തന്നെ ഇതിൽ പ്രോട്ടോകോൾ പാലിച്ചിട്ടുണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഈ MPയുടെ ഓഫീസിലുള്ള അധികൃതർ ചോദിച്ചപ്പോൾ അതിനൊന്നും കൃത്യമായിട്ട് ഒരു ഉത്തരം നൽകാൻ സജീവ തൃശ്ശൂർ ജില്ലയിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അറിയിക്കാതെ പരിപാടികളിൽ അദ്ദേഹത്തിൻ്റെ പേരും ചിത്രവും ഒക്കെ വെച്ചിട്ട് സമയത്ത് കേന്ദ്രമന്ത്രി അറിയിക്കുന്നു, അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ജനങ്ങളുടെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരികയാണ് ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢലക്ഷ്യം. വിവരങ്ങൾ നൽകുകയായിരുന്നു സാനു കെ സജീവ്.